പോലീസിലേക്ക് വിശദമായി. ആലുവ കുട്ടമശ്ശേരിയിൽ 7 വയസ്സുകാരനെ ഇടിച്ചിട്ട് നിർത്താതെ പോയ കാർ ഓടിച്ചയാളെ തിരിച്ചറിഞ്ഞു. നെടുമ്പാശ്ശേരി സ്വദേശിയായ ഷാനാണ് വാഹനം ഓടിച്ചത്. അപകടമുണ്ടാക്കിയ കാർ ഇന്ന് രാവിലെ ഇടപ്പള്ളിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത്. ശ്വാസകോശത്തിലും കരളിലും തലച്ചോറിലും ഗുരുതരമായി ക്ഷതമേറ്റ കുട്ടി വെന്റിലേറ്ററിൽ തുടരുകയാണ്. ആ സമയം തന്നെ ഓടിച്ചിരുന്ന ആള് നമ്മളിപ്പോൾ കൂട്ടിക്കൊണ്ടുവന്ന വിശദമായിട്ടുള്ള ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ വണ്ടി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, വണ്ടി ഓടിച്ചിരുന്ന ആളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഐഡൻറ്റിഫൈൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയും CA കൂടുതലായിട്ട് ചോദിച്ചിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തി ബാക്കി നടപടിയിലേക്ക് പോകും. ഷാൻ എന്ന് പറയുന്ന ആളാണ് വാഹനം ഓടിച്ചിരുന്നതായിട്ടാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി കൂടുതലായിട്ടൊന്നുകൂടെ ചോദിക്കും, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. അല്ല, അതിനകത്ത് ഇപ്പോൾ പല റീസണുകൾ പറയുന്നുണ്ട്, അതൊന്നുകൂടെ ക്ലാരിഫൈ ചെയ്യണം. ക്ലാരിഫൈ ചെയ്തെങ്കിലേ ആ റീസണിലേക്ക് വരുത്തും. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീകാന്ത്, മനുഷ്യത്വമില്ലാത്തൊരു പ്രവൃത്തി ചെയ്തിട്ട് അതിനൊക്കെ എന്താണ് കാരണം പറയുന്നത് ഈ ഷാൻ? ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. തുടർന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ അന്വേഷണം ഈ വിഷയത്തിൽ നടന്നു. തുടർന്ന് ഇന്ന് രാവിലെ ഈ വാഹനത്തിന്റെ ഉടമ രഞ്ജിനി തൃക്കാക്കര HMD കോളനിയിലെ താമസക്കാരിയാണ്. ഇവരുടെ പേരിലാണ് ഈ ടാറ്റ ടിയാഗോ വാഹനമുള്ളത്. അവരെ കസ്റ്റഡിയിലെടുത്തു, ചോദ്യം ചെയ്തു. ആ ഘട്ടത്തിൽ താനല്ല വാഹനം ഓടിച്ചിരുന്നത് എന്നവർ പോലീസിനോട് പറഞ്ഞു. തുടർന്ന് ഇവരുടെ സുഹൃത്തായ ഷാൻ, 42 വയസ്സുണ്ട്, ഈ ഹാർഡ്വെയർ ടെക്നീഷ്യനാണ്, നെടുമ്പാശ്ശേരി സ്വദേശിയാണ്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ചോദ്യം ചെയ്യലിൽ താനാണ് വാഹനം ഓടിച്ചിരുന്നത് എന്ന് ഇയാൾ സമ്മതിച്ചു. ഇയാൾ പറയുന്ന കാര്യം, ഈ വാഹനം ഓടിക്കുമ്പോൾ കുട്ടി വാഹനത്തിനടിയിൽപ്പെട്ട കാര്യം താൻ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ പോലീസ് അത് മുഖവിലക്കെടുത്തിട്ടില്ല. പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് ആ സമയത്തെ ഭയപ്പാടിൽ ഒരു പക്ഷേ വാഹനം ഓടിച്ചു പോയതാകാം എന്ന് പോലീസ് കണക്ക് കൂട്ടുന്നുണ്ട്. വീണ്ടും ചോദ്യം ചെയ്യൽ നടക്കുന്നു. വിവിധ IPCയിലെ വിവിധ വകുപ്പുകളും മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം വിവിധ വകുപ്പുകൾ ചേർത്ത് ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഷാനും അതോടൊപ്പം തന്നെ രഞ്ജിനിയും സുഹൃത്തുക്കളാണ്. ഒരു ക്ഷേത്രത്തിൽ പോയി തിരികെ വരുമ്പോഴാണ് ഇത്തരത്തിൽ അപകടമുണ്ടായതെന്നാണ് ഇവർ പോലീസിനോട് പറഞ്ഞിട്ടുള്ളതും. പോലീസ് ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. വൈകിട്ടായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക. തുടർ നടപടികൾ പിന്നാലെ സ്വീകരിക്കുകയും ചെയ്യും. കുഞ്ഞിന്റെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. വെന്റിലേറ്ററിലാണ് കുട്ടിയുള്ളത്. ശ്രീകാന്ത്, ഇതിൽ ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്? ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIRൽ ഏതൊക്കെ വകുപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? നിലവിൽ IPCയിലെ വിവിധ വകുപ്പുകൾ ഈ വിഷയത്തിൽ ചുമത്തിയിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്. IPC 279, 337, 308 വകുപ്പുകൾ IPCയിലേത് ഈ കേസിൽ ഇതുവരെ ചുമത്തിയിട്ടുണ്ട്. മോട്ടോർ വെഹിക്കിൾ ആക്ട് 134, 134B എന്നീ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് മാറാനുള്ള, ഈ വകുപ്പുകൾ കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ വകുപ്പുകൾ പ്രകാരം മനുഷ്യജീവന് ഹാനി ഉണ്ടാക്കും വിധം അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കൽ, അപകടമുണ്ടാക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഇത് മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. കൂടുതൽ വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തുകയും ചെയ്യും. ശരി ശ്രീകാന്ത്, ഏതായാലും അപകടമുണ്ടായത് അല്ലെങ്കിൽ കുട്ടിയുടെ ശരീരത്തിലുള്ള വാഹനം കയറി ഇറങ്ങിയത് അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇനി എന്ത് ഭയപ്പാടിൻ്റെ പുറത്തായാലും അപകടമുണ്ടാകുമ്പോൾ സ്വാഭാവികമായി വാഹനം ഓടിക്കുന്നവർക്ക് ഭയപ്പാടുണ്ടാകാം. പക്ഷേ ആ കുട്ടിയെ രക്ഷപ്പെടുത്താതെ അല്ലെങ്കിൽ ആശുപത്രിയിൽ എത്തിക്കാതെ അവിടെ നിന്ന് പോയത് അതൊട്ടും ശരിയായ നടപടിയല്ല. ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.